കണ്ടില്ലേ വലിയുള്ളി നട്ടത് അടിപൊളി നല്ല ഉഷാറുണ്ടായിന്. ഇത് ഞാൻ 2 ആഴ്ച മുമ്പ് നല്ല സുന്ദരിയായിക്ക് വെല്ലുള്ളി നട്ടത് ഉഷാറായി വരുന്നുണ്ട്. ഇതിൻ്റെ മുമ്പ് നട്ടിട്ട് ഇതിൽ ഉള്ളി ഉണ്ടാവുന്നുണ്ട്. നമുക്ക് എങ്ങനെയൊക്കെ ഇത് നട്ടെന്നുള്ളത് നമുക്ക് കാണാം കേട്ടോ. ഇതാ ഉള്ളി മുളപ്പിച്ചിട്ടുണ്ടായത് കണ്ടോ. അപ്പോൾ ഉള്ളി നമുക്ക് ഇങ്ങനെയുള്ള ഗ്രോ ബാഗിലൊക്കെ ഉണ്ടാക്കാം. ഇതാ നല്ല അടിപൊളിയായിട്ടുണ്ടായിന്. ഇതൊക്കെ ആയി വരുന്നേ ഉള്ളൂ, നിങ്ങളെ കാണിച്ചേ ഉള്ളൂ. അപ്പോൾ ഉള്ളി നട്ടാൽ നമുക്ക് വീട്ടിൽ കൊണ്ടുവന്ന മുളച്ച ഉള്ളി നട്ടാൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവും. ഇതാ കണ്ടില്ലേ. സ്ഥലമില്ലാത്തവർ ഇങ്ങനെ പ്ലാസ്റ്റിക് കവർ അല്ലെങ്കിൽ സിമൻറ്റ് ചാക്കൊക്കെ വാങ്ങിയിട്ടേ വാങ്ങണ്ട, വെറുതെ കിട്ടും അത്. ഇതവിടെയൊക്കെ ഉണ്ട്, കുറേ സ്ഥലത്തുണ്ട്. ഹൈ കൂട്ടുകാരെ, ഞാൻ നിങ്ങൾക്കൊരു സൂത്രം കാണിച്ചു തരാം കേട്ടോ. ഇതാ ഞാൻ വെല്ലുള്ളി നട്ടിട്ട് ഞാനൊന്ന് മാന്തി നോക്കിയതാട്ടോ. അത് ഞാൻ തോരൻ വെച്ചു, ഇതിൻ്റെ തണ്ടൊക്കെ തോരൻ വെച്ച് രണ്ടാമത് മുളച്ച് വരിക കേട്ടോ. കണ്ടോ വെല്ലുള്ളി ഉണ്ടായത് 5 എണ്ണം ചുറ്റുമുണ്ട്. നിങ്ങൾ കാണുന്നുണ്ടോയെന്ന് അറിയില്ല. അതാ നല്ല അടിപൊളിയായിട്ട് ഉണ്ടായി വരുന്നുണ്ട്. ചെറിയ ഇങ്ങനെ തണ്ട് ഇങ്ങനെ ഉണ്ടായി വരുന്നുണ്ട്. കുറേ ഞാൻ തോരൻ ഉണ്ടാക്കി കഴിഞ്ഞതാ. ഞാൻ വിചാരിച്ച് തോരൻ ഉണ്ടാക്കിയാൽ ഇത് ഉണ്ടാവില്ലെന്നാണ് വിചാരിച്ചിരുന്നത്. അപ്പോൾ ഇത് ഉണ്ടാവും കേട്ടോ. കണ്ടില്ല നിങ്ങൾ. ഞാനിനി നടാൻ പോകുന്നത് പുതിയത്. അതിപ്പോൾ ഉണ്ടാകുന്നത് കണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ പുതിയത് നടാൻ പോവുക. ഞാൻ ആദ്യം തന്നെ നടുന്നത് അത് ചെറിയ പാത്രത്തിലാണ് നട്ട് കിട്ടുക. നമ്മൾ നടും വലിയ പാത്രം വേണം. ഇത് വലിയുള്ളിയാണല്ലോ, സവാള. അപ്പോൾ ആദ്യം തന്നെ ഞാൻ സിമൻറ്റ് ചാക്ക് ഞാൻ അങ്ങോട്ട് അട്ടിക്ക് കൊണ്ടുവച്ചതായിരുന്നു. ഭയങ്കര അട്ടിക്ക് ഓരോന്ന് നടൽ ഭ്രാന്തുള്ളവർക്ക് നിർബന്ധമായിട്ടും ഇത് അട്ടിക്ക് വേണം കേട്ടോ. നമുക്ക് ഇങ്ങനെ ഗ്രോ ബാഗ് വാങ്ങാൻ പറ്റുമോ? അത് നമ്മളെ ആഗ്രഹത്തിനനുസരിച്ച് എന്തൊരു വിലയാ. അപ്പോൾ ഞാനിത് അടിഭാഗം കെട്ടിയിട്ട് റൗണ്ടിലിങ്ങാക്കി. ഇതാ നല്ല റൗണ്ടിലിങ്ങോട്ട് വന്ന്. ഇനി നമുക്ക് ഒന്നും കൂടി റൗണ്ടിൽ വരണമെങ്കിൽ പോട്ടി മിക്സ് ഇടണം, നല്ല ശരിയാവുള്ളൂ. പോട്ടി മിക്സ് ഇടട്ടെ. ഫസ്റ്റിൽ ഞാൻ ചകിരിയാ, ഇത് ഒരിക്കലും ഉപയോഗിച്ച ചകിരി തന്നെയാണ് കേട്ടോ. അത് ഇങ്ങോട്ടേക്ക് ഇടട്ടതാ. ഒരിക്കലും ഉപയോഗിച്ച എല്ലാം ഞാൻ ഒരിക്കലും ഉപയോഗിച്ച് എടുക്കും കേട്ടോ. ഇതിലെല്ലാം ചകിരി അധികം വേണ്ട, കുറച്ച് മതി. ഇനി ഞാൻ കുറേ കരിയില എന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്തുള്ള കരിയില ഇതാ പൂക്കളാ. കരിയില എന്നല്ല ഇതിൻ്റെ പേര്, കരിപ്പൂക്കളാ. എന്താ കരിഞ്ഞ പൂക്കൾ. ബോഗൺവില്ല ഫുള്ളിങ് വീഴല. ഒക്കെ കെട്ടിക്കൊടുക്കുന്നതും കയറും ഒക്കെ ഉണ്ടാവും. എല്ലാം ഇങ്ങനെ താന്ന് പോകുമ്പോൾ ഞാൻ കെട്ടിക്കൊടുക്കല. ഒക്കെ ഇങ്ങോട്ട് എടുക്കണം. ഒക്കെ ഇനിയും ആവശ്യം ഉണ്ടാവും നമുക്ക്. ഒക്കെ എടുത്ത് വെക്കിയിട്ടുള്ള കുഴപ്പമാണ്. സ്ഥലമില്ല, വിസ്താരമില്ലേറ്റ്. എന്താ ഇങ്ങനെ കൂത്തി അങ്ങോട്ട് നിറയ്ക്കുക. നമുക്ക് നല്ലതായി സിമൻറ്റ് ചാക്കുകൊണ്ട് ഇങ്ങനെ അങ്ങ് നടുന്നത്. നല്ല വിസ്താരം ഉണ്ടാവും. തെച്ചും പൂക്കളാട്ടോ വന്ന്. എന്താ കുറച്ചുകൂടി ഇടട്ടെ. ഇതിലും ഉണ്ട് കേട്ടോ. ഉപയോഗിച്ചതിൻ്റെ ഇതൊക്കെ ഉപയോഗിച്ചതൊന്നും ആവൂല. അതൊക്കെ കോളിയൊക്കെ വിളവെടുത്തിട്ടേ ചട്ടി കഴുകിയിട്ട് ഞാൻ വീണ്ടും നടും. അതെല്ലാം പിടിച്ച് കെട്ടുന്നതാ. പിന്നെ ഞാൻ പ്രത്യേകം പറയുന്നത്, ഞാൻ ഗ്ലൗസ് ഇട്ടില്ല. ഗ്ലൗസ് ഇടണം, നിങ്ങൾ പണിയെടുക്കുമ്പോൾ ഗ്ലൗസ് ഇടണം കേട്ടോ. കാരണം കരിയിലൊക്കെ വാരുമ്പോൾ എന്നോട് ഒരു കൂട്ടുകാരി, നമ്മളെ കുടുംബത്തിലെ ഒരാൾ പറഞ്ഞതാ, അവർ കരിയില വാരിക്കൊണ്ടിരിക്കുമ്പോൾ അടിയിൽ ഒരു പാമ്പ് പോലും. അപ്പോൾ ഞാൻ നിങ്ങളോട് പറയാണ്, പാമ്പെല്ലാം ഉണ്ടാവും. ഇത് ഞാൻ മുറ്റടിച്ച് വാരുമ്പോൾ കൊണ്ടുപോയി ഇട്ടതാണ്. അപ്പോൾ എനിക്ക് കാണാമല്ലോ, അതുകൊണ്ടാണ് ഞാൻ കരിയിലൊന്നും അല്ല ഗ്ലൗസ് ഇടാത്തത്. തെറ്റിപ്പോകുന്നു പറഞ്ഞ്. ഇതാ ഇങ്ങനെ അങ്ങോട്ടേക്ക് പരന്നല്ലോ. ഇനി കുറച്ച് മണ്ണിടട്ടെ. അപ്പം ഞാൻ നട്ടത് നിങ്ങൾ കണ്ടല്ലോ, നട്ടിട്ടുണ്ടാകുന്നത് 5 എണ്ണം ഉണ്ടാകുന്നുണ്ട് അതിൽ. അപ്പോൾ നമ്മൾ നട്ടാൽ ഉണ്ടാവും കേട്ടോ.
നമ്മളെ വീട്ടിലേക്ക് ഉള്ളി കൊണ്ടുവന്നാൽ മുളച്ച് പോയാലും പിന്നെ നമ്മളത് എടുക്കുമ്പോൾ രസം കിട്ടൂല. ആ ഉള്ളി ഫസ്റ്റ് നടാൻ മണ്ണൊക്കെ നനഞ്ഞിക്ക് ഞാൻ രാവിലെ നനച്ചതിൻ്റെ ബാക്കിയാണ്. വെറും നമ്മളെ ഈ പൂക്കൾ ഉണങ്ങിയതും കരിയിലയും പിന്നെ മണ്ണും ഉള്ളൂ. ഞാൻ വേറെ ഒന്നും ഇടുന്നില്ല. ഇപ്പോൾ ഉള്ളിക്കൊന്നും ഇടുന്നില്ല. ഉള്ളിക്കൊരു തണുപ്പ് ഇങ്ങനെ കിട്ടണം. ഇനി അതിൻ്റെ അടിയിൽ ഞാൻ ഇതാ ശീമക്കൊന്ന നല്ലൊരു ചാണകത്തിന് പകരമുള്ള വളമാണ് ഇതങ്ങോട്ട് ചേർന്നാലുണ്ടല്ലേ നമ്മളിപ്പോൾ അടുത്ത ഒന്നും നമുക്ക് വളം കൊടുക്കണ്ട, ഇത് മതി. ഞാൻ കുറച്ച് അധികം അങ്ങോട്ട് അതിലേക്ക് ഞാൻ വേറൊന്നും ചേർക്കുന്നില്ല. ഞാൻ ചെറിയുള്ളി നട്ടിട്ട് വിളവെടുത്ത് ഞങ്ങളെ കാണിച്ചതാട്ടോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ മുമ്പ് ചെറിയുള്ളി നടുമ്പോൾ കാണിച്ചപ്പോൾ പറഞ്ഞു നിങ്ങൾ നടുന്നേ കാണിക്കുന്നുള്ളൂ, വിളവെടുപ്പ് എന്താ കാണിക്കാത്ത. ഞാൻ എൻ്റെ വിളവെടുപ്പ് ഫുള്ള് ഞാൻ ചാനലിടുന്നുണ്ട്, കാണയിട്ടാണത് കേട്ടോ. എന്താ നല്ല റൗണ്ടിൽ നിന്ന് ഞാൻ വളമിട്ട് ഇനി ഞാൻ മണ്ണിട്ട് കഴിഞ്ഞിട്ട് നടുന്ന് കാണിച്ചു തരാം കേട്ടോ. വലിയുള്ളി ഞാൻ മണ്ണിടട്ടെ. ഇനി ഞാൻ മണ്ണെന്ന് പറഞ്ഞല്ലോ, അത് ആ മണ്ണിടട്ടെ. മണ്ണ് കരിയില കമ്പോസ്റ്റും മണ്ണും കൂടെ കൂട്ടി മിക്സാക്കിയതാട്ടോ. ലൂസ് കിട്ടിയോട്ടെ എന്ന് വിചാരിച്ചിട്ട്. ഉള്ളി എന്ന് പറഞ്ഞാൽ വേഗം അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പാറ പോലെ ഉറച്ച മണ്ണിലൂടെ ഉള്ളീൻ്റെ വേര് പോവില്ല, നല്ല സോഫ്റ്റ് വേണം. അപ്പോൾ ഞാൻ കരിയില കമ്പോസ്റ്റും അതിൻ്റെ അടിയിൽ കുറേ പച്ചിലൊക്കെ ഇട്ട് സോഫ്റ്റായി കിട്ടുമല്ലോ. എന്താ ഞാൻ അടിയിൽ ചകിരി പിന്നെ കുറേ കരിയില ഇട്ടിട്ട് പിന്നെ ഞാൻ പച്ചിലിട്ട് പിന്നെ ഇതാ കരിയില കമ്പോസ്റ്റും മണ്ണും കൂടി ചേർന്നത് ഇനിയാണ് ഞാൻ നടാൻ പോണത് കേട്ടോ. എൻ്റെ ഉള്ളി കണ്ടാൽ നിങ്ങൾ അതിശയപ്പെടും. അതിൻ്റെ ഇടയിൽ കല്ലുണ്ടെയൊക്കെ മാറ്റാം കേട്ടോ. ഇതാ ഞാൻ നടാൻ പോകുന്ന ഉള്ളി കാണിച്ചു തരാം. മുളച്ചിങ് എത്തിക്ക്. ഞാൻ എന്താക്കിയെന്നറിയോ, പിന്നെ കറി വെക്കാൻ വേണ്ടി കോഴിക്കറി ബിരിയാണിയൊക്കെ വെക്കുവാണെങ്കിൽ ഉള്ളി തരിയൽ ഇതിൻ്റെ അന്നൊക്കെ കുറച്ച് മുള വന്നിന്. ആ സമയത്തൊന്നും എനിക്ക് നടാൻ കഴിയില്ല. ഞാൻ എന്താക്കുമെന്നറിയാം, എൻ്റെ കുറേ ചെടിച്ചട്ടി ഉണ്ടല്ലോ എനിക്ക് നട്ടത് പലതും, അതിൻ്റെ ഇടയിൽ കൊണ്ടുപോയി അങ്ങ് വെച്ച് കൊടുത്ത്. നട്ടിട്ടൊന്നുമില്ല, അവിടെ വെച്ചിട്ടേ ഉള്ളൂ. അപ്പം വെച്ച് നോക്കുമ്പോൾ അതാ ഇത്ര നമുക്ക് ഇപ്പം എനിക്കൊരു സമാധാനമുള്ള ഒരു ഒഴിവ് കിട്ടിയപ്പോൾ ഞാനിത് നടുക. കണ്ടോ എന്താ മുളച്ച് ഉഷാറായതിൻ്റെ കോലത്തും മുളക്കൂ. അപ്പം ഞാൻ നടാൻ പോവുക കേട്ടോ. ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. ഉഷാറിൽ ഉണ്ടാവട്ടെ. ഒന്ന് തന്നെ ഞാൻ ഒരു പാത്രത്തിൽ തന്നെ ഞാൻ 3 എണ്ണം നടുന്നുണ്ട്. ഇത് കണ്ടാൽ വിചാരിക്കും കുറേ ദിവസമായ ഉള്ളിയാണ് എന്നുള്ളത്. നട്ടിട്ട് കുറേ ദിവസമായി നിന്ന് ഞാൻ അവിടെ വെച്ച് കൊടുത്തേനു. ഉള്ളിക്ക് അങ്ങനെയൊക്കെ മതിട്ടോ. പിന്നെ നമുക്ക് അങ്ങ് ഉഷാറിൽ നടാം. ഇതാ വിജയകരമായിട്ട് ഞാൻ നട്ട് കഴിഞ്ഞു. കുറച്ചും കൂടെ മണ്ണിടട്ടെ. മണ്ണല്ല ഇത് കരിയില കമ്പോസ്റ്റും എല്ലാം കൂടെ ചേർന്നതാ. കരിയിലയും അതാ ഈ കറുപ്പ് കളറ്. എന്താ കണ്ടില്ലേ എന്താ ഭംഗി കാണാൻ. കണ്ടോ ഇനി ഇതങ്ങോട്ട് ഉണ്ടാവും. എന്തോ അടിപൊളിയിലുണ്ടാവും എന്നറിയോ. ഇതാ ഇത് ഞാൻ ഒന്നാ നട്ട് കേട്ടോ. ഒന്ന് നട്ടിട്ട് ഞാൻ കാണിച്ചു തന്നല്ലോ. ഇതുണ്ടായി വരുന്നത് ഞാൻ കാണിച്ചു തന്നല്ലോ. ഇനി ഞാൻ കുറച്ച് മുമ്പ് നട്ട് കാണിച്ചു തരാം കേട്ടോ. അത് ഇവിടെ തന്നെ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. അതിപ്പം കിട്ടും. ഞാനിത് ഒരു 2 ആഴ്ച മുമ്പ് നട്ടതാ. നട്ടിട്ട് നോക്ക് വലിപ്പം നല്ല ഉഷാറായിന് കേട്ടോ. ഇത് കുറച്ചും കൂടി കഴിഞ്ഞിട്ട് പൂ വരുമ്പോഴേ ഞാൻ തണ്ട് പൊട്ടിക്കുള്ളൂ. എന്നാലും കുറച്ചും കൂടി അല്ലെങ്കിൽ ഇത് കുഴഞ്ഞു പോവും, ചീര വെച്ച പോലെ ഉണ്ട്. അത് ഇങ്ങനെ ആണെങ്കിൽ പൂ വരണം. കണ്ടില്ലേ. ഇനി ഞാൻ ഇതിൻ്റെ മുമ്പ് നട്ടത് ഞങ്ങളെ കാണിച്ചു തരാം കേട്ടോ. ഇതെങ്ങനെയുണ്ട്. ഇത് ഇവിടെ വരുന്നുണ്ട്. ഇതിപ്പോൾ ഞാൻ നട്ടു. ഇനി ചെറിയുള്ളി എനിക്ക് കുറേ ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. ചെറിയുള്ളി നട്ടതും ഇത് നട്ടതും എല്ലാം. ഇതിൻ്റെ ഇടയ്ക്ക്
ഞാൻ തിരക്ക് പിടിച്ച സമയത്ത് ഇതും അതുപോലെ തന്നെ ഞാൻ ഉരുളക്കിഴങ്ങ് മുറിച്ചിടാൻ നോക്കുമ്പോൾ മുളച്ച്. അപ്പം മുളച്ചപ്പോൾ ഞാൻ ഈ ഉള്ളി നട്ടല്ലോ അതിൻ്റെ സൈഡിൽ കൊണ്ടുപോയി വെച്ച് കൊടുത്തതിന് ഒഴിവില്ലേറ്റ് എന്താ അത് മുളച്ച് ഇനിയിപ്പോൾ അത് മാറ്റി കുഴിച്ചിടണം. സമയം തെറ്റുന്നുണ്ട്. എല്ലാം കൂടി ചെടി ഭ്രാന്ത് ഉള്ളത് കൊണ്ടേ എല്ലാം കൂടി ആകുന്നില്ല. വീട് പണിയും ഇതുണ്ടാക്കലും എല്ലാം കൂടി കഴിയുന്നില്ല. ഇത് ഞാൻ ഇപ്പം നാളെ നടുന്നത്. അപ്പം എൻ്റെ ഉള്ളി നിങ്ങൾ കണ്ടില്ല, ഞാൻ നട്ടത്. തീർച്ചയായിട്ടും നമുക്ക് ഉള്ളി ഉണ്ടാവും. അപ്പോൾ എന്നോട് പറഞ്ഞിരുന്നു നിങ്ങൾ നടുന്നതേ കാണിക്കുന്നുള്ളൂ, ഉണ്ടായത് കാണിക്കുന്നില്ല എന്നുള്ളൂ. അത് ഞാൻ കാണിച്ചു തന്നത്, ഞാൻ മാന്തി കാണിച്ചു തന്നത് അതാ. ഉണ്ടായി വരുന്നേ ഉള്ളൂ. ഇത് ഇതാ കുറച്ച് വലിപ്പമുണ്ട്. ഞാൻ മാന്തി നോക്കിയതാ, കുറച്ച് വലിപ്പമുണ്ട്. അപ്പോൾ എൻ്റെ ഉള്ളി നടയിൽ വീഡിയോ അത്രയേ ഉള്ളൂ. അപ്പം നമ്മൾ വിചാരിച്ചാൽ ഉള്ളിയൊക്കെ ഉണ്ടാക്കാം. നമ്മളിങ്ങനെ പണിയെടുക്കാതെ വീട്ടിൽ നിന്ന് ആണുങ്ങൾ കൊണ്ടുവന്ന് നമ്മൾ ഉണ്ടാക്കി തിന്നാൽ മാത്രം ചെയ്യാതെ നമ്മളൊന്ന് ഇറങ്ങി നോക്ക്. ഇങ്ങനെയുള്ളതും ഉരുളക്കിഴങ്ങ്, ഉള്ളി, പച്ചമുളകും തക്കാളി പറയണ്ട. എനിക്ക് തക്കാളി ഇഷ്ടം പോലെ വിളവെടുക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഒരു ഉല്ലാസം, അതൊക്കെ അങ്ങ് കാണുമ്പോൾ നമുക്കൊരു പോസിറ്റീവ് എനർജി, നമ്മൾ ജീവിക്കാനുള്ള മുന്നോട്ടേക്കുള്ള ഒരു ഊർജ്ജം വരെ ഈ പച്ചക്കറി നട്ടാലുണ്ടാവും. ഇവരോടൊപ്പം കൂടി സംസാരിക്കുക, ഇവർക്ക് എന്തെങ്കിലും ജീവികളുണ്ടെങ്കിൽ എടുത്ത് കളയുക, രാവിലെ വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഒരു തളിര് വരുന്നത്, പൂ വരുന്നതൊക്കെ ഭയങ്കര രസമല്ലേ കാണാൻ? നിങ്ങൾക്കതൊന്നും താല്പര്യമല്ലേ? അപ്പോൾ ഞാൻ ഓരോന്ന് തുടക്കം മുതലേ നിങ്ങളോട് കാണിക്കുന്ന എന്താ അറിയോ, ഇങ്ങനെ പ്രചോദനമായിട്ട് ഇങ്ങോട്ട് കൃഷിയിലോട്ട് വരട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനെ ഒരാൾ വന്നാൽ മതിയല്ലേ, ഞാൻ ഹാപ്പിയായി. അങ്ങനെ ഒരാൾ വന്നാൽ പിന്നെ ഇങ്ങനെ മെല്ലെ മെല്ലെ ആ വീട്ടിലും അയൽവാസികളും അങ്ങനെ ചുറ്റും കേരളം മൊത്തം കൃഷിക്കാരികളാവും. ഓരോന്ന് കണ്ടാൽ വിളവെടുപ്പ് കണ്ടാൽ നമുക്ക് കൂടുതൽ പ്രചോദനം ഉണ്ടാവുള്ളൂ. ഞാൻ വിളവെടുപ്പും കാണിക്കലുണ്ട് കേട്ടോ, എല്ലാ വിളവെടുപ്പും കാണിക്കലുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ അത്രയേ ഉള്ളൂ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബും തന്നെ സപ്പോർട്ട് ചെയ്യണേ. ബൈ ബൈ എല്ലാവരോടും. അസ്സലാമു അലൈക്കും.